എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വർഷത്തെ LSSന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതിൽ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ICT വിവര വിനിമയ സാങ്കേതിക വിദ്യ, അതായത് നമ്മുടെ കളിപ്പെട്ടി എന്ന പുസ്തകം ഉണ്ടല്ലോ, അതുമായി അടിസ്ഥാനമാക്കിയും പിന്നെ നമ്മുടെ കായികം, കലാപഠനം, പ്രവൃത്തി പരിചയം അതൊക്കെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്, പരിസര പഠനത്തിന്റെ ഭാഗമായി വരാനാണ് സാധ്യത, അത്തരത്തിൽ ഉണ്ടായിരിക്കുമെന്ന് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് സോഫ്റ്റ്വെയറുകളെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. പരിസര പഠനത്തിന്റെ പുസ്തകത്തിൽ ഈ ICTയിലുള്ള സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കാനുണ്ട്. ഗണിതത്തിന്റെ പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആപ്പുകളെ, ആപ്ലിക്കേഷനുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാവരോടും ഒരു റിക്വസ്റ്റ്, നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ, LSS എഴുതുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തത് Gcombress എന്ന സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച ചോദ്യമാണ്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉബുണ്ടു എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതിലുള്ള നമ്മുടെ പഠനത്തിനൊക്കെ വേണ്ടി സഹായകമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് Gcombress. അപ്പൊ Gcombressമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കളികളിലൂടെ വിവിധ വിഷയങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണിത്. അപ്പൊ സോഫ്റ്റ്വെയർ എന്നാൽ ആപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആപ്പ് എന്ന് പറയുന്നത്. അതേപോലെ കമ്പ്യൂട്ടറിലുള്ളതിനെ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു. അതില് ഈ Gcombress എന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് പറയുന്നത്. കളികളിലൂടെ വിവിധ വിഷയങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണിത്. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു ആണ്. ക്ലാസ്സിൽ കളിപ്പെട്ടിയിൽ നമ്മൾ പുസ്തകം നോക്കിയാൽ അതിൽ Gcombressലുള്ള ഒരുപാട് ഗെയിമുകളെ പറ്റിയൊക്കെ കാണാൻ സാധിക്കും. സ്കൂളിൽ നിന്ന് നിങ്ങൾ കുറച്ചെങ്കിലും ഗെയിമുകൾ കളിച്ചിട്ടുണ്ടാകും. അത് Gcombressലുള്ളതാണോ എന്ന് ഇനിയുള്ള തവണയൊന്ന് പരിശോധിക്കുക. കളികളിലൂടെ വിവിധ വിഷയങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് വെറും കളികളല്ല, ഈ കളികളിലൂടെയുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗണിതത്തിലെയോ സയൻസിലെയോ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാകും, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ വാക്കുകളും ഒക്കെ പഠിക്കാനുണ്ടാകും. അപ്പോ ഈ പ്രസ്താവന ശരിയാണ്. കുറെ കളികളുടെ കൂട്ടമാണ് ഈ Gcombress എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കളികളുണ്ട്. അതിൽ ഓരോ കളിയിലും ഓരോ കാര്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് അതിൽ നമുക്ക് ഓരോ കാര്യം പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. കളികളിലൂടെ വിവിധ വിഷയങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണിത്. രണ്ടാമത്തെ, ഇതിലെ റോമൻ അക്കങ്ങൾ എന്ന കളിയിൽ 0 സൂചിപ്പിക്കാൻ പ്രത്യേക ചിഹ്നമില്ല. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം റോമൻ അക്കം എന്നുള്ളൊരു കളി. അത് നിങ്ങൾ Gcombressൽ എടുത്ത് കളിക്കുമ്പോൾ അത് നമുക്ക് 0 എന്ന അക്കത്തിനെ സൂചിപ്പിക്കാൻ ഒരു പ്രത്യേക ചിഹ്നം നമുക്ക് കാണാൻ സാധിക്കില്ല. റോമൻ അക്കം നമുക്ക് അല്ലാണ്ട് പഠിക്കാനുണ്ട് അല്ലെ, നമ്മുടെ ഗണിതത്തിൽ തന്നെ പഠിക്കാനുണ്ട്. അതിലും 0ന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഒരു ചിഹ്നം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് 1, 5, 10, 50, 100, 500, 1000 അങ്ങനെയൊക്കെയല്ലേ തുടർന്ന് പോകുന്ന ചിഹ്നങ്ങൾ മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. 0നായിട്ട് പ്രത്യേകം ഒരു ചിഹ്നം ഉണ്ടോ? ഇല്ല. ശരിയായ പ്രസ്താവനയാണ്. ഇനി ഇതിൽ അക്കങ്ങൾക്കും അക്ഷരങ്ങൾക്കും പുറമെ ശാസ്ത്ര വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അക്കങ്ങളും അക്ഷരങ്ങളും മാത്രമല്ല ഈ Gcombressലുള്ളത്. അതിൽ ചില കളികളിലൊക്കെ നമുക്ക് ശാസ്ത്ര വിഷയങ്ങൾ, സയൻസ് ആയാലും അല്ലെങ്കിൽ ഗണിതമായാലും അതൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് എന്തായിരുന്നു? ശരിയായ പ്രസ്താവനകളാണ്. 1 ശരി, 2 ശരി, 3 ശരി, 4 ശരി. അപ്പൊ ഇവയെല്ലാം ശരി എന്നുള്ള 4ാമത്തെ പ്രസ്താവനയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അപ്പോ Gcombress അറിഞ്ഞു വെക്കുക. അടുത്തത്, കീബോർഡിലെ വിവിധ കീകളുടെ ധർമ്മങ്ങളെ കുറിച്ചുള്ള ശരിയായ ജോഡികൾ കണ്ടെത്തുക. കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീബോർഡ്, നമ്മൾ കമ്പ്യൂട്ടറിന് അങ്ങോട്ട് വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്നത് ഒന്നെന്താണ്? കീബോർഡാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് മൗസാണ്. വേറെയും ഉണ്ട് അല്ലെ. ഈ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, കമ്പ്യൂട്ടറിനുള്ളിലേക്ക് വിവരങ്ങൾ നൽകാൻ. അപ്പൊ അതിലുള്ള കീബോർഡിൽ ഏതാനും കീകളുടെ വ്യത്യസ്ത ധർമ്മങ്ങളെ പറ്റിയാണ്, ഉപയോഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. ശരിയാണെങ്കിൽ നമുക്ക് ശരിയിട്ട് അടയാളപ്പെടുത്താം. ബാക്ക് സ്പേസ്
ബാക്ക് സ്പേസ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു അക്ഷരം തെറ്റി നമുക്ക് പുറകിലേക്ക് ഡിലീറ്റ് ചെയ്ത് പോകാനുള്ള കീ ആണ് ഏത്? ബാക്ക് സ്പേസ്. ടൈപ്പ് ചെയ്ത അക്ഷരങ്ങൾ മായ്ക്കാൻ, ഡിലീറ്റ് ചെയ്യാനുള്ളതാണ് ബാക്ക് സ്പേസ്. ശരിയായ ജോഡി. ഇനി അടുത്തത് ക്യാപ്സ് ലോക്ക്. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വലിയ അക്ഷരത്തിൽ, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റേഴ്സും ഉണ്ട് അല്ലെ. അതിൽ രണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, ക്യാപിറ്റൽ ലെറ്റർ ആക്കാനും സ്മോൾ ലെറ്റർ ആക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ ആണ് ഇത്? ക്യാപ്സ് ലോക്ക്. നമ്മുടെ കീബോർഡിന്റെ ഇടതുഭാഗത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്യാപ്സ് ലോക്ക് എന്ന് ആ കീയിൽ എഴുതിയിട്ടുണ്ടാകും. അടുത്തത് നമ്മൾ ടൈപ്പ് ചെയ്ത് പോവുകയാണ്. ഒരു വരിയിൽ നിന്ന് നമുക്കിനി അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യണം. അങ്ങനെ അടുത്ത വരിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഏതാണ്? എൻ്റർ ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ശരിയാണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 1 ശരി, ബാക്ക് സ്പേസ് ശരി, ക്യാപ്സ് ലോക്ക് ശരി, എൻ്റർ ശരി. അപ്പൊ എന്നിവയെല്ലാം 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ് എന്നുള്ളതിൽ നമ്മൾ ടിക്കിട്ട് വെച്ചു. അതായിരുന്നു നമ്മുടെ ഉത്തരം. ഇനി അടുത്തത് വളരെയേറെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ആകാശക്കാഴ്ചകളുമായി ബന്ധപ്പെട്ട പാഠമുണ്ട്. അതിൽ പാഠപുസ്തകത്തിൽ പേര് തന്ന് എടുത്തു പറയുന്ന സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം. ഈ സ്റ്റെല്ലേറിയം നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാകും. ഈ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുക? ആകാശക്കാഴ്ചകളാണ്. ആകാശത്തുള്ള നമ്മുടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ, നക്ഷത്രക്കൂട്ടങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏത് വർഷത്തില്, ഏത് സ്ഥലത്ത് വേണമെങ്കിൽ, ഏത് സമയത്ത് വേണമെങ്കിലുമുള്ള ആകാശക്കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ ചോദിച്ചാലും ഏതാണ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ? സ്റ്റെല്ലേറിയമാണ്. നമുക്ക് പ്രസ്താവനകൾ പരിശോധിക്കാം. ആകാശക്കാഴ്ചകൾ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ആകാശക്കാഴ്ചകൾ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏത് എന്ന് ചോദിച്ചിട്ട് താഴെ കുറെ ഓപ്ഷൻസ് തരും. ജികോംബ്രിസ്, സ്റ്റെല്ലേറിയം, അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? സ്റ്റെല്ലേറിയം. ഇതിൽ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കും. അതിൽ നക്ഷത്രങ്ങളുടെ പേരുണ്ടാകും, ഗ്രഹങ്ങളുടെ പേരുണ്ടാകും. അതിനെ സൂം ചെയ്ത് നമുക്ക് എത്ര അടുത്ത് വേണമെങ്കിൽ ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ കാണാൻ സാധിക്കും. പകൽ സമയത്ത് ആകാശം എങ്ങനെയായിരിക്കുമെന്ന് ഇതിലൂടെ കാണാൻ സാധിക്കില്ല. പകൽ സമയത്തുള്ള ആകാശവും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അപ്പൊ ഏത് സമയം വേണമെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാം. പകലായാലും രാത്രിയായാലും ഒക്കെ ആകാശത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ സാധിക്കില്ല എന്ന് പറഞ്ഞത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? 1ഉം 2ഉം മാത്രം ശരി എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പൊ നമ്മൾ സ്റ്റെല്ലേറിയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നമ്മുടെ ഉത്തരം എ ആണ്. 1ഉം 2ഉം മാത്രം ശരി. ഓക്കെ, അടുത്ത ചോദ്യം. ജിയോജിബ്ര അടുത്തൊരു സോഫ്റ്റ്വെയർ ആണ്. ജിയോജിബ്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കുക. ജിയോജിബ്ര എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? ഗണിതവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് പാഠത്തിൽ, ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര. ഇതും നമ്മുടെ സ്കൂളിലെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗണിതത്തിലെ ജാമിതീയ രൂപങ്ങൾ വരയ്ക്കാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. നമ്മുടെ ചതുരം, ത്രികോണം, വൃത്തം തുടങ്ങിയ ജാമിതീയ രൂപങ്ങളൊക്കെ വരയ്ക്കാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സാധിക്കും. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഈ സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടുക. ജിയോജിബ്ര. ഓക്കെ, അടുത്ത ചോദ്യം പ്രസ്താവന എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വശങ്ങളുടെ നീളം അളക്കാനുള്ള ടൂളുകൾ ഇതിൽ ലഭ്യമാണ്. അതിൽ നമ്മൾ ഓരോ ജാമിതീയ രൂപം വരച്ചു കഴിഞ്ഞാൽ അതില് വശങ്ങളുടെ അളവൊക്കെ, നീളമൊക്കെ അളക്കാൻ ഈ ജിയോജിബ്രയിൽ ടൂളുകളുണ്ട്. ഓക്കെ, അതിന്റെ സൈഡിൽ നമുക്ക് ഒരുപാട് ടൂളുകൾ, പല ഉപയോഗങ്ങൾക്കുള്ള ടൂളുകൾ കാണാം. അതിലൊന്ന് ഈ നീളം അളക്കാനുള്ള ടൂളാണ്. ശരി. ജിയോജിബ്രയിൽ വരയ്ക്കുന്ന രൂപങ്ങളുടെ വലിപ്പം മാറ്റാൻ സാധിക്കില്ല. തെറ്റാണ്. നമുക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും അതിൽ വരയ്ക്കാൻ സാധിക്കും. വരച്ചു കഴിഞ്ഞതിന്റെ വലിപ്പം മാറ്റാനും സാധിക്കും. തെറ്റായ പ്രസ്താവനയാണ്. സാധിക്കില്ല എന്നല്ല വേണ്ടത്, സാധിക്കും എന്നാണ് വേണ്ടത്. അപ്പൊ 1ഉം 2ഉം മാത്രമാണ് ശരി. ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 1ഉം 2ഉം മാത്രം ശരി എന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, മറ്റൊരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ചോദ്യം ഏതാണ്? ടെക്സ് മാത്ത്. അപ്പൊ ടെക്സ് മാത്ത് എന്നുള്ള സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ചിത്രങ്ങൾ വരയ്ക്കാൻ സഹായിക്കുക.
ഗണിതക്രിയകൾ വേഗത്തിലും രസകരമായും ചെയ്യാൻ പരിശീലനം നൽകുക, സിനിമകൾ കാണാൻ സഹായിക്കുക, പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുക. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും. ടെക്സ്റ്റ് മാത്ത് ആണ് അല്ലെ, നമ്മുടെ ഗണിതമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? ഗണിതക്രിയകൾ വേഗത്തിലും രസകരമായും ചെയ്യാൻ പരിശീലനം നൽകുക. അതാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ശരിയിട്ട് വെച്ചു, നമ്മുടെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയായിരുന്നു? സ്റ്റെല്ലേറിയം ഉണ്ടായിരുന്നു, ജിയോജിബ്ര ഉണ്ടായിരുന്നു, ടെക്സ്റ്റ് മാത്ത് ഉണ്ടായിരുന്നു, ജികോംബ്രിസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കാരണം പാഠപുസ്തകത്തിൽ കളിപ്പെട്ടിയിൽ വരുന്നുണ്ട്, പരിസര പഠനത്തിൽ വരുന്നുണ്ട്, ഗണിതത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾ കൂടി നമ്മൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.